റഷ്യ എപ്പോഴാണോ അവരുടെ ടെസ്റ്റിംഗ് മിസൈൽ ഓഷ്നിക് അല്ലെങ്കിൽ ഹസൽ എന്ന് പറയപ്പെടുന്ന മിസൈൽ ഉക്രൈനിലേക്ക് അയച്ചത്, അപ്പോൾ മുതൽ ഇതൊരു വലിയ വിഷയമായി മാറിയിരിക്കുകയാണ്. ഏത് മിസൈൽ അവർ ആദ്യം ഉപയോഗിച്ചു എന്നുള്ളതിൽ, ഏത് മിസൈലാണ് അവർ ഉപയോഗിച്ചത് എന്നുള്ളതിൽ ചില കുഴപ്പങ്ങളുണ്ടായിരുന്നു. എന്നാൽ റഷ്യ അതിന്റെ ഒരു വിശദീകരണം നൽകി. പിന്നീട് ആ ഒരു മിസൈൽ ഉപയോഗിച്ച് എങ്ങനെ വർക്കാകും, സത്യത്തിൽ എത്ര വലിയ ഭീഷണിയായി അത് മാറുമെന്നുള്ളത് ചില വീഡിയോസിലൂടെ നമ്മൾ പറഞ്ഞതാണ്. റോയിട്ടേഴ്സിൽ അടുത്തിടെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നു. റഷ്യ ഫയർ ചെയ്ത മിസൈൽ കാരണം യാതൊരു പ്രശ്നവും ഇല്ല. ഉക്രൈൻ പറഞ്ഞത് റഷ്യയുടെ IRBM ഇന്റർമീഡിയറ്റ് റേഞ്ചുള്ള ബാലിസ്റ്റിക് മിസൈൽ ആക്രമിച്ചതിൽ ഹൈപ്പർസോണിക് വേഗതയിലാണ് അത് വന്നതെങ്കിലും ഞങ്ങളുടെ ഫെസിലിറ്റിയെ, പ്രധാനമായും ഞങ്ങളുടെ ഡിഫൻസ് ഫെസിലിറ്റിയെ അതൊന്നും തന്നെ ചെയ്തില്ല. ചെറിയ കേടുപാടുകൾ മാത്രമേ അവിടെ സംഭവിച്ചുള്ളൂ. അതല്ലാതെ റഷ്യ പറയുന്നതനുസരിച്ച് ആ മിസൈൽ കാരണം ഒന്നും തന്നെ സംഭവിച്ചിട്ടേ ഇല്ല. റഷ്യ ഈ ഒരു മിസൈലിനെ കുറിച്ച് വലിയ ചിത്രമാണ് പുറം ലോകത്തിന് നൽകിയത്. പക്ഷെ അതിൽ ഒന്നും തന്നെ ഇല്ല എന്ന് ഉക്രൈൻ പറഞ്ഞതായി ആർട്ടിക്കിളിൽ പുറത്തു വന്നു. ഇതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ വിശകലനം ചെയ്യാൻ പോകുന്നത്. സത്യത്തിൽ മണിക്കൂറിൽ 12,000 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ഒരു റോക്കറ്റ് അല്ലെങ്കിൽ ഒരു വസ്തു അത് ആകാശത്തിൽ നിന്നും താഴെ വീണാൽ പോലും അത് സൃഷ്ടിക്കുന്ന ആഘാതം എന്നത് ചെറുതൊന്നും ആയിരിക്കില്ല. വലിയ വലിയ കെട്ടിടങ്ങളെ പോലും അല്ലെങ്കിൽ ഭൂമിക്കടിയിലുള്ള ബങ്കേഴ്സിനെ പോലും തകർക്കാൻ തക്കവണ്ണമുള്ള ഒരു വലിയ ആഘാതം സൃഷ്ടിക്കും. അപ്പോ ഇവിടെ ആരാണ് കള്ളം പറഞ്ഞത്? ഇവയെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഇസ്മാഷ് പ്ലാന്റ് നിപ്രോ റീജിയണിലുള്ള ഉക്രൈന്റെ പ്രധാനപ്പെട്ട ഡിഫൻസ് മാനുഫാക്ചറിംഗ് പ്ലാന്റ് അല്ലെങ്കിൽ ഉക്രൈന്റെ ഒരു ഡിഫൻസീവ് യൂണിറ്റ് എന്ന് പറയാം. ഇത് 1944 മുതൽ സോവിയറ്റ് റഷ്യ കാലം മുതലേ വളരെ പ്രധാനപ്പെട്ട ഒരു ഫെസിലിറ്റി ആയിരുന്നു. പലവിധ ആയുധങ്ങൾ, അതിന്റെ ഗവേഷണം, അതിനപ്പുറം പ്രൊഡക്ഷനും ഈ പ്ലാന്റിലാണ് ഉള്ളത്. അടുത്തിടെ റഷ്യയുടെ ഒരു പുതിയ മിസൈൽ ആക്രമണത്തിന് ഈ ഒരു ബേസ് ഇരയായി. പിന്നീട് ലോകം മുഴുവന്റെയും ശ്രദ്ധ ഇങ്ങോട്ടേക്ക് മാറി. എന്തവിടെ സംഭവിച്ചുവെന്നുള്ളത് എല്ലാവർക്കും അറിയാം. എങ്കിലും ചെറിയൊരു വിവരണം നൽകാം. റഷ്യ ആദ്യമായി അവരുടെ ഇന്റർമീഡിയറ്റ് റേഞ്ചുള്ള ഒരു ബാലിസ്റ്റിക് മിസൈലിനെ ശബ്ദത്തിന്റെ വേഗതയേക്കാൾ 10 മടങ്ങ് വേഗതയിൽ, ശബ്ദത്തിന്റെ വേഗത എന്നൊക്കെ പറയുമ്പോൾ ഒരു മണിക്കൂറിൽ 1200 കിലോമീറ്ററിനപ്പുറം പ്രകാശ തരംഗങ്ങളിലൂടെ യാത്ര ചെയ്യാൻ കഴിയും. ഈയൊരു വേഗതയിൽ നിന്നും 10 മടങ്ങ് കൂടുതലെന്ന് പറയുമ്പോൾ മണിക്കൂറിൽ 12,000 കിലോമീറ്ററും കഴിഞ്ഞ് ഒരു മിസൈൽ ഉക്രൈന്റെ ഈ ഒരു പ്ലാന്റിലേക്ക് അയക്കുന്നു. അങ്ങനെ അയച്ച ഈ മിസൈൽ 6 MIRV സാങ്കേതിക വിദ്യയുള്ള വാർഹെഡ്സുമായി, സ്ഫോടക വസ്തുക്കളുമായി താഴെ വീണ് പൊട്ടിത്തെറിച്ചു. MIRV സാങ്കേതിക വിദ്യ എന്നത് മറ്റൊന്നുമല്ല, ഒരു സിംഗിൾ മിസൈലിനെ ആ നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ അയച്ച് ആക്രമിക്കുന്ന രീതിയിൽ സൃഷ്ടിച്ചതാണ് MIRV സാങ്കേതിക വിദ്യ. ഇങ്ങനെയുള്ള ഒരു മിസൈൽ ഉക്രൈനിൽ റഷ്യ ലോഞ്ച് ചെയ്തതിനു ശേഷം ഇത് ലോകം മുഴുവനും വലിയൊരു പ്രകമ്പനം സൃഷ്ടിച്ചു. കാരണം അതെല്ലാം ന്യൂക്ലിയർ ക്യാപ്പബിൾ വാർഹെഡ്സ് ആയിരുന്നു. ഒരുപക്ഷെ അതിൽ ന്യൂക്ലിയർ വാർഹെഡ് റഷ്യ വച്ചിരുന്നെങ്കിൽ ഇപ്പോ ഈ റഷ്യ ഉക്രൈൻ യുദ്ധം മറ്റൊരു രീതിയിലേക്ക് മാറിയേനെ. എന്തിന്, ഒരു 3ാം ലോക മഹായുദ്ധം തന്നെ ആരംഭിച്ചേനെ. ഇത് റഷ്യ ചെയ്ത് അവസാനിച്ചു. ഇങ്ങനെ അവസാനിച്ചതിന് ശേഷം റഷ്യ അവരുടെ വിശദീകരണവും നൽകി. പല വെസ്റ്റേൺ എക്സ്പേർട്സും അതിനെക്കുറിച്ച് സംസാരിച്ചു. എന്നാൽ റോയിട്ടേഴ്സിൽ വന്ന ഈ ആർട്ടിക്കിൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതിൽ പറഞ്ഞത് റഷ്യയുടെ ഈ ഒരു മിസൈൽ ആക്രമണം ഉക്രൈനിൽ വെറുമൊരു ടെസ്റ്റിംഗിന് വേണ്ടി മാത്രമാണ് ചെയ്തത്. അതല്ലാതെ യൂറോപ്പിനെ ഭയപ്പെടുത്താനോ അമേരിക്കയ്ക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്ന രീതിയിൽ ഒന്നും തന്നെയല്ല. ഈ മിസൈൽ ആ ഫാക്ടറിയിൽ ആക്രമിച്ചതിനു ശേഷം ചില സ്ഫോടനം അവിടെ സംഭവിച്ചു. എന്നാൽ അതിനുമപ്പുറം വലിയ രീതിയിലുള്ള ഒന്നും അവിടെ സംഭവിച്ചില്ല. അപ്പോ റഷ്യ ഈ ഒരു മിസൈലിനെ ഉക്രൈനിൽ ഉപയോഗിച്ചത് എപ്പോഴത്തെയും പോലുള്ള ഒരു PR സ്റ്റണ്ട് മാത്രമാണ്. ഇതൊക്കെ ഉക്രൈൻ പറയുന്ന കാര്യമാണ്. ഇതൊരു PR സ്റ്റണ്ട് മാത്രമാണ്. അതല്ലാതെ ഫാക്ടറിയിൽ വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ല. ബിൽഡിംഗ്സിന് പോലും ചില കേടുപാടുകൾ മാത്രമേ സംഭവിച്ചുള്ളൂ എന്ന് ആർട്ടിക്കിളിൽ പറഞ്ഞു. ഇത് വിശകലനം ചെയ്യുന്നതിന് മുൻപ് ഈ ഒരു ക്ലോസ്-അപ്പ് വീഡിയോ നിങ്ങളൊന്ന് കാണുക. ഇതിൽ 6 MIRV വാർഹെഡ്സും ആ നിർദ്ദിഷ്ട ലൊക്കേഷനിൽ സ്ട്രൈക്ക് ചെയ്യുന്നത് നിങ്ങൾക്കറിയാൻ കഴിയും. ഇപ്പോ ആദ്യത്തെ ഇവരുടെ ക്ലെയിം അനുസരിച്ച് നോക്കിയാൽ ഉക്രൈൻ പറഞ്ഞത് ആ ഫാക്ടറിയുടെ പ്രദേശത്തെ അത് ആക്രമിച്ചില്ല. ഈ ക്ലോസ്-അപ്പ് ഫുട്ടേജിൽ ഒരേ രേഖയിൽ അത്രയും വാർഹെഡ്സ് ആ പ്ലാന്റിൽ സ്ട്രൈക്ക് ചെയ്യുന്നതായി അറിയാൻ കഴിയും. പക്ഷെ ചിലർ പറഞ്ഞത് ഇല്ല, ഇതിനിടയിൽ ചില ഗ്യാപ്പ് ഉണ്ടല്ലോ, ഒരു പ്രത്യേക ഇടവേളയ്ക്ക് ശേഷമാണ് ഓരോന്നും സ്ട്രൈക്ക് ചെയ്യുന്നത്. അത് ആ പ്ലാന്റിൽ നിന്നും പുറത്തേക്ക് വീണതുപോലുള്ള യാതൊരു അടയാളവും അവിടെ ഇല്ലല്ലോ എന്ന്. പക്ഷെ സാറ്റലൈറ്റ് ഇമേജസ് ഇപ്പോഴും അവൈലബിൾ ആണ്. ചില കോപ്പിറൈറ്റ് ഇഷ്യൂസ് കാരണം നമുക്കതിവിടെ കാണിക്കാൻ സാധിക്കില്ല. ഗൂഗിളിൽ ചെന്ന് പ്ലാന്റിന്റെ പേരും റഷ്യ അറ്റാക്ക് എന്ന് കൊടുക്കുകയാണെങ്കിൽ ആ സാറ്റലൈറ്റ് ഇമേജസ് മുഴുവൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നോക്കിയാൽ ഈ പ്ലാന്റിനപ്പുറം റഷ്യയുടെ സ്ട്രൈക്ക് മറ്റെവിടെയും സംഭവിച്ചില്ല. അതും ഒരു ഹൈപ്പർസോണിക് വേഗതയിൽ വരുന്ന മിസൈൽ
ഇത്രയും ചില മീറ്റർ ദൂരത്തിൽ വീണ് പൊട്ടിത്തെറിക്കുക എന്നുള്ളത് ഡെഡ്ലിയായ കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഉക്രൈൻ പറഞ്ഞ ആദ്യത്തെ ക്ലെയിമും അവിടെ ഫോൾസ് ആയി. രണ്ടാമത്തേത്, ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം, റഷ്യ ഈ ഒരു മിസൈലിൽ വാർ ഹെഡ്സ് തന്നെ വച്ചില്ല. റഷ്യ അവരുടെ ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ചെയ്തത്. വാർ ഹെഡ് ഇല്ലാതെ ഒരു ഡമ്മി വാർ ഹെഡ്സ് വെച്ച് റഷ്യ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കാരണം യാതൊരു പ്രശ്നവും ഉക്രൈൻ ഫെസിലിറ്റിക്ക് സംഭവിച്ചില്ല എന്ന് ഇവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ റഷ്യ വാർ ഹെഡ്സ് വയ്ക്കാതെ ഒരു ടെസ്റ്റിംഗിന് വേണ്ടി മാത്രം ഉക്രൈനുള്ളിൽ ഈ ഒരു മിസൈൽ അയക്കേണ്ട ആവശ്യം ഇല്ല. ഈ മിസൈൽ എങ്ങനെ വർക്കാകുന്നു, ഈ മിസൈലിന്റെ പാരാമീറ്റേഴ്സ്, ടെർമിനൽ പാത്തിൽ എങ്ങനെയെല്ലാം വർക്കാകുന്നു എന്നുള്ളത് അറിയാൻ ആ മിസൈലിൽ വാർ ഹെഡ്സ് വയ്ക്കാതിരിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. ഇതിനകം തന്നെ RS-26 അല്ലെങ്കിൽ RS-28 ഇവ പ്രത്യേക ഒരു സീരീസ് പ്രൊഡക്ഷനായി നിർമ്മിക്കുകയും പ്രത്യേക മിസൈൽ കാറ്റഗറിയിൽ ഇൻഡക്ട് ചെയ്യാനും തുടങ്ങി. ഇതിന്റെ ടെസ്റ്റിംഗ് ഫേസുകളും അവസാനിച്ചു. അങ്ങനെയുള്ള ഒരു മിസൈലിനെ കൊണ്ടുവന്ന് ഇവിടെ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം റഷ്യക്കില്ല. അങ്ങനെ അവർ ടെസ്റ്റ് ചെയ്യണം എന്ന് ചിന്തിച്ചാലും അവരുടെ ഇന്റഗ്രേറ്റഡ് മിസൈൽ സെന്റേഴ്സിൽ അതിനുള്ള പ്രവർത്തനങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിക്കും. ഇനി ഇതിനും അപ്പുറം ഉക്രൈന് പ്രധാനപ്പെട്ട ഡാമേജ് എന്തെങ്കിലും സംഭവിക്കണം. വാർഹെഡ്സ് ഉപയോഗിക്കാതെ വെറും കൈനറ്റിക് എനർജി മാത്രം വെച്ചുകൊണ്ട് ഉക്രൈനെ ഭയപ്പെടുത്തണം. അല്ലെങ്കിൽ അവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ റഷ്യക്ക് നേരിട്ട് ഉക്രൈന്റെ പാർലമെന്റിനെയോ അല്ലെങ്കിൽ ഉക്രൈൻ തലസ്ഥാനത്തെയോ എവിടെ വേണമെങ്കിലും ആക്രമിച്ചിരിക്കാം. പക്ഷേ പ്രധാനമായി ഈസ്റ്റേൺ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഈ ഇൻഡസ്ട്രിയൽ സോണിനെ ആക്രമിക്കേണ്ട കാരണം മറ്റൊന്നുമല്ല. സത്യത്തിൽ വെറുമൊരു വാർണിംഗ് മെസ്സേജ് മാത്രം നൽകണമെങ്കിൽ ഈ മിസൈലിനെ എടുത്ത് ഉക്രൈന്റെ തലസ്ഥാനത്തേക്ക് അയച്ചിരിക്കാം. പക്ഷെ റഷ്യ അത് ചെയ്തില്ല. അപ്പോ ഇതിലൂടെ തന്നെ മനസ്സിലായിട്ടുണ്ടാകും റഷ്യയുടെ ഉദ്ദേശം തന്നെ ആ പ്ലാന്റിനെ ആക്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവർ പ്രധാനമായും പറഞ്ഞത് ഇതിൽ വാർഹെഡ് ഇല്ല എന്നാണ്. അപ്പോ എത്ര തന്നെ കൈനറ്റിക് എനർജി മാത്രം വെച്ചുകൊണ്ട് ഈ ശബ്ദത്തിന്റെ വേഗതയേക്കാൾ 10 മടങ്ങ് വേഗതയിൽ ഈ മിസൈൽ അകത്തേക്ക് വരുമ്പോൾ അത് കാരണം പ്രത്യേക ഇമ്പാക്റ്റ് ഒന്നും സൃഷ്ടിക്കാൻ കഴിയില്ല എന്നൊരു വാക്ക് പറഞ്ഞു. സത്യത്തിൽ അത് പോസിബിളേ അല്ല. ഇതിന് നല്ലൊരു ഉദാഹരണം പറയാം. ഒരുപാട് പേർ എയർക്രാഫ്റ്റ് പൈലറ്റ്സിന്റെ സ്റ്റോറീസ് കേട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റ്സ്. എന്തിന്, ഒരു വാർ പ്ലെയിൻസ് പറന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബേർഡ് സ്ട്രൈക്ക് എന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. സാധാരണ ശബ്ദത്തിന്റെ വേഗതയേക്കാൾ 1 മടങ്ങ് മാക് 1 അല്ലെങ്കിൽ മാക് 1+ പോകുമ്പോൾ എഞ്ചിനിൽ ബേർഡ് സ്ട്രൈക്ക് വന്നാൽ അതിനുശേഷം ആ പൈലറ്റ് രക്ഷപ്പെടുക, ആ വിമാനം രക്ഷപ്പെടുക വെറും 0.5% മാത്രമാണ്. ബേർഡ് സ്ട്രൈക്ക് സംഭവിച്ച ഒരു വിമാനം സക്സസ്ഫുള്ളായി ലാൻഡ് ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ പൈലറ്റ് രക്ഷപ്പെടുകയാണെങ്കിൽ അയാളെക്കാൾ ഭാഗ്യശാലി മറ്റാരും കാണില്ല. ചില വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഒരു മിഗ് വിമാനം പഞ്ചാബിലെ ഒരു കൃഷിസ്ഥലത്ത് വന്ന് ഇടിക്കുകയും ക്രാഷ് ആവുകയും ചെയ്തു. അങ്ങനെ ക്രാഷ് ആയപ്പോൾ അതിന്റെ വേഗത മാക് 1+ലായിരുന്നു. പക്ഷെ അത് താഴെ വീണ് പൊട്ടിത്തെറിച്ചതിനു ശേഷം ഒരു വലിയ ഗർത്തം തന്നെ അവിടെ ഉണ്ടായി. മാത്രമല്ല അതിന്റെ സ്പെയർ പാർട്സ് പോലും ലഭിക്കാനാകാത്ത ഒരു എക്സ്പ്ലോഷൻ ആയിരുന്നു സംഭവിച്ചത്. അപ്പോ വെറും ശബ്ദത്തിന്റെ വേഗതയിൽ നിന്നും 1 മടങ്ങ് അധികം വേഗതയിൽ പോകുമ്പോൾ തന്നെ ഒരു ഒബ്ജക്റ്റിനെ കൊണ്ട് ഇത്രത്തോളം ഇമ്പാക്ട് സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ മണിക്കൂറിൽ 12,000 കിലോമീറ്റർ, ഈ 12,000 കിലോമീറ്റർ വേഗതയിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഒരു കല്ല് താഴെ വീണാൽ പോലും അതൊരു വലിയ ഗർത്തം അവിടെ സൃഷ്ടിക്കും. അപ്പോ MIRV സാങ്കേതിക വിദ്യയിൽ ഈ മിസൈൽ അകത്തേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറയേണ്ടതില്ല. ആ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ആ ഒരു സ്ട്രൈക്ക് സംഭവിക്കുമ്പോൾ തൊട്ടടുത്ത് മറ്റ് 2 ഫ്ലൈസ് കൂടെ കാണാൻ സാധിക്കും. ഇവയെല്ലാം സബ് അമ്യൂണിഷൻസ് എന്ന് പറയും. അകത്തേക്ക് ഒരു വാർ ഹെഡ് വരുമ്പോൾ അതിന്റെ കൂടെ ഒരു പ്രോക്സിയായി, ഒരു ഡമ്മിയായി മറ്റൊരുപാട് വാർ ഹെഡ്സ് വരും. ഇമ്പാക്ട് അധികം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതെല്ലാം ആ ബോംബിനുള്ളിൽ പല റോഡ്സ് ഒന്നോടൊന്ന് ഇന്റർ കണക്റ്റഡ് ആയിരിക്കും. അപ്പോ വാർ ഹെഡ് ഇല്ലാതെ അത് പൊട്ടിത്തെറിച്ചാൽ പോലും താഴെ വീഴുന്ന വേഗതയിൽ പല അടി ആഴത്തിലേക്ക് അത് പോകും. കൂടാതെ മറ്റൊരു കാര്യം ഉക്രൈൻ പറഞ്ഞത്, ആ ഒരു ഫെസിലിറ്റിക്ക് താഴെ അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റി ഉണ്ടായിരുന്നു. അപ്പോ റഷ്യ ആ ഒരു ഫെസിലിറ്റിയെ ആക്രമിക്കുമ്പോൾ അത് എക്സ്പ്ലോസീവ്സ് ഇല്ലാതെ ആക്രമിച്ചത് കൊണ്ട് തന്നെ അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചറിന് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ആ പ്ലാന്റ് സൃഷ്ടിച്ചത് തന്നെ സോവിയറ്റ് യൂണിയൻ കാലത്തായിരുന്നു. സോവിയറ്റ് റഷ്യയിൽ നിന്നും പിരിഞ്ഞു വന്ന ഒരു രാജ്യമാണ് ഉക്രൈൻ. ഒരു പക്ഷെ അപ്പോ ബങ്കേഴ്സ് ഇല്ല, അതിനുശേഷം അവർ ബങ്കേഴ്സ് നിർമ്മിച്ചാലും അതിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ട് റഷ്യയുടെ പക്കൽ ഇല്ലാതിരിക്കില്ല. അങ്ങനെ റഷ്യയുടെ പക്കൽ ഇന്റലിജൻസ് റിപ്പോർട്ട് ഇല്ലെങ്കിൽ പോലും വെറും ഡർമി വാർഹെഡ്സ് വെച്ച് മാത്രം ആക്രമിച്ചാലും തീർച്ചയായും അവിടെയുള്ള അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചറിന് ഡാമേജസ് ഈ ഒരു മിസൈലിനെ കൊണ്ട് നൽകാൻ സാധിക്കും. ഇനി ഇവയെല്ലാം നമുക്ക് മാറ്റിവെക്കാം. എക്സ്പ്ലോഷൻസേ അവിടെ സംഭവിച്ചില്ല.
സെക്കൻഡറി എക്സ്പ്ലോഷൻസ് ഒന്നും തന്നെ സംഭവിച്ചില്ല എന്നവർ പറഞ്ഞു. ഇതൊന്നും സത്യമായ കാര്യമേ അല്ല. വീഡിയോ എവിഡൻസ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നോക്കാം. ഈ ഒരു സംഭവത്തെക്കുറിച്ച് അറിയാവുന്നവർക്കെല്ലാം ഇത് മനസ്സിലാകും. സെക്കൻഡറി എക്സ്പ്ലോഷൻ 2 സ്ഥലത്ത് സംഭവിച്ചിട്ടുണ്ട്. ആ 2 എക്സ്പ്ലോഷനും ഈ മിസൈൽ സ്ട്രൈക്ക് കാരണമാണ് സംഭവിച്ചതും. CIA ബുക്സിൽ അവരൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇൻകൺട്രോവേർട്ടിബിൾ ഫാക്ട്സ്, അതായത് നിഷേധിക്കാനാകാത്ത ഒരു സത്യം. ഈ മിസൈൽ ആക്രമണത്തിൽ കാര്യമായ നാശനഷ്ടം ഉക്രൈൻ പ്ലാൻസിന് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഉക്രൈൻ അത് പുറത്തു പറയാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ഈ ഒരു മിസൈലിന്റെ പവർ പുറത്ത് കാണിക്കാൻ കഴിയാതെ അവയെല്ലാം അവർ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ തീർച്ചയായും വലിയൊരു ഇമ്പാക്ട് റഷ്യ കാരണം സംഭവിച്ചിട്ടുണ്ട്. ആ ഫാക്ടറിയിൽ സാരമായ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അമ്യൂണിഷൻ ഡെപ്പോസ് വരെയും ഫയർ ആയിട്ടുണ്ട്. എന്നാൽ എപ്പോഴത്തെയും പോലെ ഉക്രൈൻ ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചില മാധ്യമങ്ങളും അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. സാധാരണ ഒരു വസ്തു വീണാൽ പോലും ആ സ്ഥലത്ത് വലിയൊരു ആഘാതം സംഭവിക്കും. അപ്പോ ഒരു മിസൈൽ വീണാൽ അതിന്റെ ഇമ്പാക്ട് എന്നത് നമ്മൾ വിചാരിക്കുന്നതിലും അധികമായിരിക്കും. പക്ഷേ ഉക്രൈനോ ഇത് കാരണം ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പ്രധാനമായും ഉക്രൈന്റെ ഈ ഒരു ക്ലെയിംസിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.